പോലീസിന്റെ നിലപാട് വലിയ തരത്തിൽ അത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് കോൺഗ്രസിനെ പ്രതിരോധിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ നീക്കം കൂടിയാണ്. ഈ വിഷയത്തിനകത്ത് അറസ്റ്റ് വൈകിച്ചുകൊണ്ട് അത് കോൺഗ്രസിനെതിരെ അടിക്കാനുള്ള ഒരു ആയുധമാക്കി മാറ്റുന്നു ഭരണപക്ഷം ഇടതുപക്ഷം എന്നുള്ളൊരു ആരോപണം ഒരു വശത്ത് നിൽക്കുക. അതിനൊപ്പം പോലീസിന്റെ നീക്കങ്ങളൊക്കെ ചോർന്ന് അതുകൊണ്ട് കൂടിയാണ് ഈ അറസ്റ്റ് നടക്കാതെ പോകുന്നത് എന്നുള്ള ആരോപണവും ഒരു വശത്ത് നിന്ന് വരിക. സ്വാഭാവികമായിട്ടും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരെ ഈ വിഷയം ആളിക്കത്തിക്കാൻ ഇടതുപക്ഷത്തിന് ഭരണപക്ഷത്തിന് കഴിയുകയും ചെയ്യും. ഏത് തരത്തിലുള്ള വിമർശനങ്ങൾ കൂടിയാണ് പോലീസിന്റെ ഈ ഉദാസീനതയ്ക്കെതിരെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്? എങ്ങനെ പ്രതിരോധിക്കുന്നു ഇടതുപക്ഷം? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നത് കഴിഞ്ഞ 27-ാം തീയതി വ്യാഴാഴ്ചയാണ്. പക്ഷേ ആ പരാതി ലഭിക്കുന്നതിന് തലേ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ യുവതി സമയം തേടിയിരുന്നു. അതായത് പരാതിയുമായി അവിടേക്ക് എത്താനാണ് മുഖ്യമന്ത്രിയെ കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന കാര്യം 26-ാം തീയതി തന്നെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെയൊരു പരാതി വന്ന് അതിൽ തുടർ നീക്കങ്ങളിലേക്ക് വേഗത്തിൽ കടക്കാൻ തീരുമാനമെടുക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്ന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല പോലീസിന് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിമർശനം. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യത്തിന് അതിവേഗ നീക്കങ്ങൾ നടത്തുമെന്ന് അപ്പോൾ മുതൽ തന്നെ, അതായത് ഇങ്ങനെ ഒരു പരാതി വരാൻ സാധ്യതയുണ്ട് എന്ന മുൻകൂട്ടി കണ്ടുകൊണ്ട് അഭിഭാഷകരുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അപ്പോൾ മുതൽ തന്നെ പുറത്തു വന്നതാണ്. എന്തായാലും 27-ാം തീയതി ഈ പരാതി വന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്രത്യക്ഷനായതാണ്. അവിടെ നിന്ന് ഒരു യുവനടിയുടെ വാഹനത്തിലാണ് രാഹുൽ രക്ഷപ്പെട്ടതെന്നാണ് പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ. പക്ഷേ കൃത്യമായി ഇത്തരം ഇങ്ങനെ ഒളിവിൽ പോകുന്നവരെ പിടികൂടാനായി വളരെ സ്ട്രാറ്റജിക്കലായി അത്തരം തന്ത്രങ്ങൾ അറിയാവുന്ന ഉദ്യോഗസ്ഥരുടെ ഒരു സംഘത്തെയാണ് സാധാരണയാണ് അവിടേക്ക് അയക്കുന്നത്. പക്ഷേ ഇവിടെ ഇതിനു വേണ്ടി നിയോഗിച്ച തിരുവനന്തപുരത്തു നിന്നുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ ഈ വിവരങ്ങൾ പുറത്തോട്ട് ചോർന്നു പോയിട്ടുണ്ട് എന്നുള്ള ഒരു അതൃപ്തി ഉന്നത ഉദ്യോഗസ്ഥർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു വിശദാംശങ്ങളും മാധ്യമങ്ങൾക്കുൾപ്പെടെ ചോർന്നു പോകരുതെന്ന നിർദ്ദേശം ADGP അവർക്ക് നൽകിയത്. പക്ഷേ 10 ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലായി വല വിരിച്ചിട്ടും രാഹുലിനെ പിടികൂടാനായില്ല. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആശ്വാസകരമായ വിധി ഹൈക്കോടതിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. എന്തായാലും ആദ്യത്തെ കേസിലാണ് രാഹുലിന് ആശ്വാസകരമായ വിധി വന്നിരിക്കുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വീണ്ടും ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് രാഹുൽ. അത് രണ്ടാമത് ഉയർന്നു വന്ന പരാതിയിൽ അറസ്റ്റ് ചെയ്തതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. പക്ഷേ അതിൽ ഒരു തീരുമാനം ഇന്ന് തന്നെ ഉണ്ടായേക്കും. അതിൽ നിലവിൽ നിയമസാധുത ആ പരാതിക്ക് ലഭിച്ചിട്ടില്ല. കാരണം അതിൽ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുകയോ അതുമായി ബന്ധപ്പെട്ട രഹസ്യമൊഴിയുമായി അഥവാ 164 സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തുന്ന തുടർ നീക്കങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പരാതിക്ക് ഇപ്പോൾ നിയമസാധുതയില്ല. അതൊരു ആരോപണം മാത്രമായി നിൽക്കത്തേ ഉള്ളൂ. പക്ഷേ ഈ ഇരയായ യുവതിയുമായി അന്വേഷണ ഉദ്യോഗസ്ഥർ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ ഉണ്ടായ കാര്യങ്ങൾ ഉദ്യോഗസ്ഥരോട് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ മൊഴി നൽകാൻ സാവകാശം തേടിയിരിക്കുകയാണ്. ഒരുപക്ഷേ അത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്ത്രപരമായി വീണ്ടും ഈ രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിരിക്കുന്നത്. അതിൽ വൈകാതെ തന്നെ തീരുമാനം അറിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഡാൻ, ഏതെങ്കിലും തരത്തിൽ ഒരു അറസ്റ്റിലേക്കുള്ള ഒരു സാധ്യത ഈ ആദ്യത്തെ കേസിനപ്പുറത്തേക്ക് കൃത്യമായിട്ടുള്ള ഒരു ബലാത്സംഗം എന്നുള്ളൊരു ആരോപണം കൂടിയായിരുന്നല്ലോ യുവതിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. അത് തടയിടാനായിട്ട് ആണ് ഈ മുൻകൂർ ജാമ്യ ഹർജിയുമായി രാഹുൽ മുന്നോട്ട് പോകുന്നത്. അതായത് എല്ലാ തരത്തിലും കാര്യങ്ങൾ കൃത്യമായി രാഹുലിന് അറിയാൻ കഴിയുന്നുണ്ട്. ഏത് തരത്തിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത്, അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് അറിയുകയും അതനുസരിച്ച് നിയമപരമായി ഇതിന് തടയിടാൻ രാഹുലിന് കഴിയുകയും ചെയ്യുന്നു. അതാണ് ഈ പറഞ്ഞ ഒരു 10 ദിവസവും നമ്മൾ വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് അതായത് ആദ്യത്തെ കേസിൽ ഒരു മ്യൂച്വൽ കൺസെൻറ്റോടെ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ബന്ധം, വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി അങ്ങനെ പറഞ്ഞാണ് തന്നെ ശാരീരികമായി ഉപയോഗിച്ചത് എന്നായിരുന്നു യുവതിയുടെ പരാതിയിൽ പറയുന്നത്. അതിനുശേഷം ആ കേസിൽ രാഹുലിന് ജാമ്യം നിഷേധിക്കപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, അതായത് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം നിഷേധിക്കപ്പെട്ടത് ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തി എന്ന ഒരു ഗുരുതരമായ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. പക്ഷേ രണ്ടാമത്തെ പരാതിയുടെ ഗൗരവം എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ പരാതിക്കാരി ഔദ്യോഗികമായി അവരുടെ വീട്ടിൽ തന്നെ വിവാഹാലോചനയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമെന്ന് അറിയിച്ചതാണ്. അങ്ങനെ എത്തുന്നതിന് മുന്നോടിയായി
സ്വകാര്യമായി ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് എന്ന് പറഞ്ഞ് സുഹൃത്തിനൊപ്പം എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ വാഹനത്തിൽ യുവതിയെ കയറ്റിക്കൊണ്ട് ഒരു ഹോം സ്റ്റേയിലേക്ക് സമാനമായ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് വളരെ പെട്ടെന്ന് കടന്നാക്രമിക്കുന്നു എന്നാണ് ഈ യുവതി ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ആ എഴുതി നൽകിയിരിക്കുന്ന പരാതിയിൽ, ഇമെയിൽ അയച്ച പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ രേഖാമൂലം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ മൊഴിയായി നൽകുകയും അതേ കാര്യം 164 സ്റ്റേറ്റ്മെൻറ്റായി മജിസ്ട്രേറ്റിന് മുമ്പിൽ രഹസ്യമൊഴിയായി ആവർത്തിക്കുകയും ചെയ്താൽ ഒരുപക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലെ കൂടുതൽ കുരുക്കായി മാറാൻ പോകുന്നത് ഈ രണ്ടാമത്തെ പരാതിയായിരിക്കും. കാരണം അത് ബലാത്സംഗ കേസാണ് ക്രൈംബ്രാഞ്ച് സ്വമേധയാ രജിസ്റ്റർ ചെയ്ത FIRലുള്ളത്. മാത്രമല്ല യുവതി നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ആ കേസിൽ ചേർക്കാനാണ് സാധ്യത. റൈറ്റ്, ഞാൻ തിരികെത്താം. ഡാനി, അതാണ് ആദ്യ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ വിധിയുടെ പകർപ്പും കൂടെ ചേർത്തിട്ടാണ് ഈ രണ്ടാമത്തെ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കറിയുന്നത് പോലെ തന്നെ ആദ്യത്തെ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കുരുക്കിലേക്ക് കടക്കുന്ന കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതിലൊരു കൃത്യമായ ബലാത്സംഗം എന്ന തന്നെ രീതിയിലേക്ക് അന്വേഷണം തുടങ്ങുകയുമാണ്. ആദ്യ കേസിലെ ഹൈക്കോടതി വിധി എന്തെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉള്ളത്? ഈ രാഹുൽ ഇതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് എന്തെല്ലാം പോയിന്റിൽ ആയിരിക്കും? അപർണ, ഈ കേസിൽ കോടതിക്ക് മുന്നിലേക്ക് വരുന്നേ ഉള്ളൂ. ഇതിൽ പ്രധാനമായും തന്നെയും ഇതിൽ തനിക്ക് തെളിവുകൾ സമർപ്പിക്കാനുണ്ടോ, ഒരു കോടതിയും തനിക്ക് തെളിവുകൾ സമർപ്പിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ അത് നിരാകരിക്കില്ല. എന്താണ് എന്നത് സ്വാഭാവികമായും കേൾക്കും. അത് തന്നെയാണ് ഇന്ന് അതിൻ്റെ കേസിലേക്ക് കടക്കും മുൻപ് തന്നെ പ്രധാനമായും തന്നെ പറഞ്ഞതും ചൂണ്ടിക്കാണിച്ചതും എല്ലാം അത് തന്നെയാണ്. തനിക്ക് ചില കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ട്, അതുകൂടി കേൾക്കണം എന്നത് പറയുമ്പോൾ കോടതി അത് തന്നെയാണ് പറഞ്ഞത്. അത് ആര് പറഞ്ഞാലും കോടതി കേൾക്കുമെന്നാണ്. പ്രതിവാദി ആര് പറഞ്ഞാലും കേൾക്കും. അതുകൊണ്ട് തന്നെയാണ് അത് കേട്ടതിന് ശേഷം മാത്രം തന്നെയായിരിക്കും ഇത് പരിഗണിക്കുക എന്ന് പറഞ്ഞത്. അതിൽ പ്രധാനമായും തന്നെ രാഹുൽ ഉന്നയിക്കുന്നത് തനിക്കെതിരെ നടന്ന ആസൂത്രിതമായ വളരെ തയ്യാറെടുപ്പോടുകൂടി നടത്തിയ ഒരു ഗൂഢാലോചന എന്നതാണ് പറയുന്നത്. അതിൽ ഊന്നി നിൽക്കുന്നത് ഡിജിറ്റൽ തെളിവുകളടക്കം തനിക്ക് ഇതിൽ സമർപ്പിക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയുമായി നടത്തിയ വർത്തമാനങ്ങളും അതിൻ്റെതായ വിശദാംശങ്ങളും എല്ലാം തന്നെയും തനിക്ക് സമർപ്പിക്കാൻ കഴിയും. അതിൽ ചില കാര്യങ്ങൾ അവർ കൂടി വെളിപ്പെടുത്തുന്നുണ്ട് എന്ന് ഈ രാഹുൽ ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ഇവർ ഈ പരാതിയിലേക്ക് വരുന്നത് ചിലരുടെ നിർബന്ധിതമായ ഇടപെടൽ കൊണ്ടാണ് എന്ന് പറയുന്നു. ചില ആളുകൾ അവരോട് സംസാരിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് താനിതിൽ പരാതിയുമായി വരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നതാണ് രാഹുൽ സമർത്ഥിക്കുന്നത്. അതിൻ്റെ തെളിവുകളുണ്ട് എന്ന് പറയുന്നു. അത് വേണ്ട രീതിയിൽ തന്നെ അത് കോടതിയിൽ നേരത്തെ അത് കേൾക്കാനോ അല്ലെങ്കിൽ അത് സമർപ്പിക്കപ്പെടാനോ കഴിഞ്ഞിട്ടില്ല. അതിനുള്ളൊരു അവസരം തനിക്ക് തരണമെന്നതാണ് പറയുന്നത്. എന്തായാലും അതിനെതിരെ ശക്തമായ മറുവാദങ്ങളടക്കം പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഇതിന് വളരെ ശക്തമായിട്ട് തന്നെ തുടക്കഘട്ടത്തിലെല്ലാം തന്നെ തിരുവനന്തപുരത്ത് കോടതിയിൽ അതെല്ലാം തന്നെ പ്രോസിക്യൂഷൻ കൃത്യമായി എതിർത്ത് മുന്നോട്ട് പോയതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ജാമ്യം നിഷേധിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷനും ഇതിൻ്റെ മറുവാദങ്ങളുമായെത്തും. കാരണം അവർക്ക് അറിയാത്ത കാര്യങ്ങളായിരിക്കില്ല ഇതിന് സമർപ്പിക്കുക എന്നതല്ല, തെളിവുകളല്ല. അതിൽ കൃത്യമായ രീതിയിൽ തന്നെ ഇതിന് വിശദീകരണം നൽകാനും കാര്യങ്ങളും എല്ലാം തന്നെ കഴിയുകയും ചെയ്യും. ഏതായാലും അതിൽ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത് ഈ രീതിയിൽ സമർത്ഥിക്കാൻ ഹൈക്കോടതിക്ക് മുന്നിലേക്ക് ഏത് രീതിയിൽ കഴിയുന്നു എന്നതാണ് ബന്ധപ്പെട്ട് അറിയേണ്ടത്. ഏതായാലും അത്തരം വാദമുഖങ്ങളുടെ ഒരു തുറന്ന ഇടമായിട്ട് 15-ാം തീയതി ഹൈക്കോടതി മാറുമ്പോൾ ഇത് കേരള രാഷ്ട്രീയം തന്നെ, കേരള സമൂഹം തന്നെയും ഉറ്റുനോക്കുന്നൊരു കേസായിട്ട് മാറുന്നുണ്ട്. കാരണം ഇതിൽ ഈ എന്താണ് ഒരു നിലപാട് കാര്യങ്ങൾ എടുക്കുക, ഏത് രീതിയിലുള്ള തെളിവുകൾ ഇനി കൂട്ടിയോജിപ്പിക്കാൻ കഴിയാതെ പോയ തെളിവുകൾ രാഹുലിന് സമർപ്പിക്കാൻ കഴിയുമോ, അഡീഷണൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച തെളിവുകൾക്ക് പുറമെ മറ്റെന്താണ് നൽകാനുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കോടതിയിൽ സമർപ്പിക്കുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും 15-ന് അത്തരമൊരു കാര്യങ്ങളുടെ ഒരു തെളിവുകളുടെ ഒരു അവതരണം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കോടതി രണ്ടുപേരുടെയും വാദങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് കടക്കും എന്ന് തന്നെയാണ്. 15-ന് തന്നെ ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ ഒരു തീരുമാനം ഉണ്ടായേക്കാമെന്നതാണ് പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്. ഡാൻ കുര്യൻ, രാഷ്ട്രീയപരമായിട്ട് പരിപൂർണമായിട്ട് തള്ളിപ്പറയുമ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിന്റെ അറസ്റ്റ് തെരഞ്ഞെടുപ്പിന് മുൻപ്, വോട്ടെടുപ്പിന് മുൻപ് ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാക്കുന്ന പൊളിറ്റിക്കൽ ഡാമേജ് ഒരു തരത്തിൽ തന്നെയാകും. അത് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബൂസ്റ്റ് ആകും. പക്ഷെ അതുണ്ടാകുന്നില്ല. അതുണ്ടാകാതിരിക്കുമ്പോൾ വളരെ ശക്തമായിട്ട് ഇത് സർക്കാരിന്റെ, ഭരണപക്ഷത്തിന്റെ, ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ കള്ളക്കളിയാണെന്ന് ആരോപിക്കാൻ കോൺഗ്രസിന് കഴിയുന്നു. മുഖ്യമന്ത്രി ഇന്ന് പോലും പക്ഷെ അതിന് തിരിച്ചടിച്ചിരിക്കുന്നത് എങ്ങനെ രാഹുലിന് കർണാടകത്തിൽ ഷെൽട്ടർ ഒരുക്കാൻ കഴിഞ്ഞു, വലിയൊരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സഹായമില്ലാതെ ഇത് കഴിയുകയില്ല എന്ന് ഇടതുപക്ഷം പ്രതിരോധിക്കുകയും ചെയ്യുന്നു. അറസ്റ്റ് നീങ്ങിയത്, തദ്ദേശ
തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമാകും അറസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാകുക എന്നുള്ള ഒരു സൂചന അത് കോൺഗ്രസിന് ഗുണകരമാകുന്നുണ്ടോ ഈ സമയത്ത്? അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഘട്ടം ഘട്ടമായി നടപടിയെടുത്ത് ഒടുവിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന തരത്തിലുള്ള ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്ന തരത്തിലുള്ള മുരളീധരന്റെ ഭാഷയിൽ അങ്ങനെ ഒരു നടപടിയിലേക്ക് വരെ കടന്നതിൻ്റെ മേൽക്കൈ ഒരു പരിധിവരെ ഇല്ലാതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിയിലാകാതിരുന്നത് കൃത്യമായി കോൺഗ്രസ് നേതാക്കളിൽ ചിലരുടെ അറിവോടെയാണ് രാഹുൽ കർണാടകത്തിൽ ഒളിവിൽ കഴിയുന്നതെന്ന പരാമർശങ്ങളോടെയാണ്. ആ വിമർശനങ്ങൾ ഇങ്ങനെ രൂക്ഷമാകുന്നതിനിടയിലാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. എന്തായാലും അങ്ങനെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുലിൻ്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് വന്നത് കോൺഗ്രസിന് ഒരു തരത്തിൽ ആശ്വാസമാണ്. കാരണം ഇനി രാഹുലിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതിന് നേതൃത്വം നൽകുന്നത് കോൺഗ്രസിലെ ചില നേതാക്കളാണെന്നുള്ള രാഷ്ട്രീയ വിമർശനങ്ങളുടെ പ്രസക്തി കുറയും. കാരണം ഇനി രാഹുൽ എപ്പോൾ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാം. 15-ാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന വാദത്തിന് ഇനി അങ്ങോട്ട് കഴമ്പ് ഉണ്ടായിരിക്കില്ല. കോൺഗ്രസ് നേതൃത്വം കൃത്യമായി പ്രതിരോധിക്കുകയും ചെയ്യും. അതേസമയം ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ രൂക്ഷമായ വിമർശനം ഉയരും. കാരണം ഇത്ര അസുലഭമായ ഒരു അവസരം രാഹുലിനെ പിടികൂടാൻ കിട്ടിയിട്ട് എന്തുകൊണ്ട് കഴിഞ്ഞ 10 ദിവസമായി ഇത്ര പരിചിത മുഖമായ രാഹുൽ മാങ്കൂട്ടത്തിലെ ദേശീയ മാധ്യമങ്ങൾ വരെ ചർച്ച ചെയ്ത ഒരു വിഷയത്തിലെ ഈ കേസിലെ സുപ്രധാനമായ ഒരു പ്രതിയെ എന്തുകൊണ്ട് പിടികൂടാൻ കഴിയാതെ പോയി ആഭ്യന്തര വകുപ്പിന്? അവിടെ രാഷ്ട്രീയമായ ഒരു നേട്ടത്തിന് ഇടതുപക്ഷം ഈ വിഷയം ഉപയോഗിക്കുകയായിരുന്നു. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിക്കാനായി രാഹുലിൻ്റെ അറസ്റ്റ് ബോധപൂർവം നീട്ടിക്കൊണ്ടു പോകാനുള്ള നീക്കമാണ് സർക്കാർ നടത്തിയത്. അതിന് കിട്ടിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്ന ഈ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് എന്ന തരത്തിലുള്ള വിമർശനം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ജസ്റ്റിസ് കെമാൽ പാഷ അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമായി ഉന്നയിച്ച ഒരു കാര്യം, പ്രാഥമികമായി ഇത്തരം കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചാലും ഇല്ലെങ്കിലും ഈ ആരോപണ വിധേയരോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നിർദ്ദേശങ്ങൾ അടക്കം നൽകുന്നത് സ്വാഭാവികമായ നടപടിക്രമമാണ്. അങ്ങനെ ഒരു നടപടി ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ ഔദ്യോഗികമായ ഒരു വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതൊരു വീഴ്ചയായി ചൂണ്ടിക്കാണിക്കുന്നവരുമുണ്ട്. എന്തായാലും സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിനെതിരെ സർക്കാരും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. അതിൽ ജനങ്ങൾ ആർക്കൊപ്പം ആർ പറയുന്നത് വിശ്വസിക്കും? ഇതിനകത്ത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പരാമർശങ്ങൾ നടത്തുന്ന കാഴ്ച ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഭാവിയിലെ നിക്ഷേപം എന്ന് പറഞ്ഞ് നിങ്ങൾ അവതരിപ്പിച്ച ആളല്ലേ എന്നതടക്കമൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് ആക്രമിക്കുകയാണ്. അതായത് കോൺഗ്രസിനെ ആ രീതിയിൽ പ്രതിരോധത്തിലാക്കാനുള്ള ഒരു ഇടതുപക്ഷത്തിന്റെ നീക്കമുണ്ട്. അത് കൃത്യമായി ഇതാകണം ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രധാന അജണ്ട എന്ന് കൂടി ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അത് പ്രതിരോധിക്കാൻ കോൺഗ്രസിൽ ഏകകണ്ഠമായിട്ട് കഴിയുമോ? ഇതിനകത്ത് മാറി നിൽക്കുന്ന ഒരു വിഭാഗം കൂടി കോൺഗ്രസിനകത്തില്ലേ? മറ്റ് പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസ് പാർട്ടിയിൽ പല നേതാക്കൾക്കും പല നിലപാടുകളായിരിക്കും. ഓരോ നേതാക്കന്മാരുടെ നിലപാടുകളെയും ശരിവെക്കുകയും എതിർക്കുകയും ചെയ്യുന്ന ഓരോ പക്ഷങ്ങളും കാണും. അതാണ് കോൺഗ്രസ് പാർട്ടിയെ മറ്റ് പാർട്ടികളിൽ നിന്ന് എപ്പോഴും വ്യത്യസ്തമാകുന്നത്. പക്ഷേ ഈ ഒരു വിഷയം ഉയർന്നു കേട്ടപ്പോൾ ഏറെക്കുറെ പ്രധാനപ്പെട്ട നേതാക്കൾ, മുതിർന്ന നേതാക്കളെല്ലാം കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്തിയിരുന്നു. അത് ഈ റീൽ സംസ്കാരത്തിനെതിരെ കോൺഗ്രസിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു പ്രതിഷേധത്തിൻ്റെ ബാക്കി പത്രമായി തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. പക്ഷേ അതേ സമയത്ത് തന്നെ ഈ വിഷയം ഇങ്ങനെ സജീവമായി തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നിലനിർത്തുക എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. അവർ ആ തന്ത്രവുമായി മുമ്പോട്ട് പോകും. അങ്ങനെയെങ്കിൽ തുടർ നീക്കങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ പരാതിയിൽ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ടെങ്കിലും രണ്ടാമത്തെ പരാതിയിൽ തുടർ നീക്കങ്ങളുമായി അന്വേഷണ സംഘം മുമ്പോട്ട് നീങ്ങുകയാണ്. വനിതാ IPS ഉദ്യോഗസ്ഥ ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിച്ച സ്വകാര്യതയിലെ വീഴ്ചകളുമായി ബന്ധപ്പെട്ട കാര്യം കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവമായ ചർച്ചകൾക്കും മറ്റ് വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുന്നതിനുള്ളൊരു ആയുധമായി ഭരണപക്ഷത്തിനും മാറിയിരിക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഇത് സജീവമായി ചർച്ചാ വിഷയമായി നിലനിൽക്കുകയും ചെയ്യും. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് പിന്നാലെയാണ് ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിധി പറയാൻ പോകുന്നത് എന്നതാണ് തുടർന്ന് അതിൻ്റെ ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നത്.
വിവരങ്ങൾ നൽകിയത് ഡാൻ കുര്യൻ. ഒപ്പം ഡാൻ ഇപ്പോൾ 2:45 രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് രണ്ടാമത്തെ കേസ് തിരുവനന്തപുരം സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. അതിനൊരു നിയമപരമായുള്ള സാധ്യത ഈ മിനിറ്റിൽ അതിന് കുറവായത് കാരണം പെൺകുട്ടി കൃത്യമായി മൊഴി കൊടുത്തിട്ടില്ല. പക്ഷേ ആ അന്വേഷണ സംഘം കൃത്യമായി ഈ പെൺകുട്ടിയുമായി സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ബലാത്സംഗമാണ് നടന്നത് എന്നുള്ള വ്യക്തതയുള്ളതുകൊണ്ട് ഒരുപക്ഷെ ആദ്യത്തെ കേസിനേക്കാൾ വലിയ നിയമക്കുരുക്കിലേക്ക് രണ്ടാമത്തെ കേസ് കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. 2:45 കോടതി നിന്ന് എന്താണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് തീരുമാനമുണ്ടാവുക എന്നറിയുക.